ഹലോ ഗൈസ്, ഇതൊരു സ്റ്റഡി ഡേ ആണ്. പക്ഷേ കുറച്ചൊക്കെ ഞാൻ പഠിച്ചോളൂ. ഒരു സ്റ്റഡി ഡേ ആയിട്ട് എടുക്കാനുള്ള അത്രമാത്രം വീഡിയോ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് കുറച്ച് കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള റിപ്ലൈ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സാൻ കാസ്പർ. സോ ബേസിക്കലി ഞാൻ ഈ ഒരു വീഡിയോ ഒരു സ്റ്റഡി വീഡിയോ ആയിട്ട് എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇന്ന് എനിക്കെന്തോ അങ്ങോട്ട് പഠിക്കാനായിട്ട് എനിക്ക് വയ്യ. എനിക്കെന്തോ പഠിക്കാനൊരു എന്താ പറയാ ഒരു ലേസിനെസ് ഒക്കെ പോലെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കഴിഞ്ഞ 2-3 വീഡിയോസിൽ 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഞാന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കമന്റ് ബോക്സിൽ തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് എന്താ പറയാ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് എന്റെ ബാക്ക്ലോബ്സിനെ കുറിച്ചിട്ടാണ്. എനിക്ക് ക്ലാസ്സസ് കേൾക്കുമ്പോൾ ബാക്ക്ലോബ്സ് വരാറുണ്ട്. ബിക്കോസ് ചിലപ്പോ ഒന്നെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ചിലപ്പോ ഒരു ദിവസം പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അന്ന് എനിക്ക് ആ ടൈമിൽ ക്ലാസ്സസ് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ മടിയായിട്ട് ക്ലാസ്സസ് കേൾക്കാതെ ഇരുന്നിട്ടുണ്ട്. സോ ഒരു ടൈമില് എനിക്ക് നല്ല ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് തുടങ്ങിയ ടൈമില് ബേസിക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയ ടൈമില് എനിക്ക് നല്ല എന്താ പറയാ എനിക്ക് ഒരു ദിവസം 3 ക്ലാസ് ഒക്കെ വെച്ച് വന്നപ്പോൾ ഭയങ്കര ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ ബാക്ക്ലോഗ്സ് വന്നിട്ടുണ്ടായിരുന്നു. സോ മാക്സിമം ഞാൻ അതൊക്കെ കണ്ടു തീർക്കാണ് ആദ്യം ചെയ്തത്. കാരണം നിങ്ങൾക്ക് മിസ്സായി പോയ വീഡിയോസ് കാണാതെ ഇനി വരുന്ന ലൈവുകൾ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻ ആണ് ഇനി വരുന്ന ലൈവുകൾ. മിസ്സാക്കാതെ കാണാം. കാരണം ഒരു ക്ലാസ് മിസ്സായി പോയ ഒരു ക്ലാസ് 1 മണിക്കൂറോളം ഉണ്ട്. ചേർന്ന ബാച്ചിൽ വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 1 മണിക്കൂറോളം ഉണ്ടാവും. നിങ്ങൾക്ക് മിസ്സായി പോയ എല്ലാ ക്ലാസ്സസും ഒരു ദിവസം ഇരുന്ന് കട്ടിക്കൊണ്ട് കാണാം. കാരണം ക്ലാസ്സസ് ഒക്കെ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പഠിക്കാതെ ലൈക്ക് ക്ലാസ് കണ്ടാലും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്കൊരു എന്താ പറയാ ക്ലാസ് വെച്ച് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടാവും. ക്ലാസ് ഒന്നും കാണാതെ ചുമ്മാ നിങ്ങൾ ടെക്സ്റ്റിലോ നോട്ടിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല. സോ മാക്സിമം ക്ലാസ്സസ് മിസ്സാക്കാതെ കാണാം. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സസ് കണ്ട് തീർക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഞാൻ ചാപ്റ്റേഴ്സ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചിട്ടാണ്. സയൻസ് സബ്ജക്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് പഠിച്ച് പോകുന്നു. ഇപ്പൊ എല്ലാത്തിന്റെയും ചാപ്റ്റേഴ്സിന്റെ ഒരു എന്താ പറയാ തുടക്കമൊക്കെ കഴിഞ്ഞപ്പോ അത്യാവശ്യം എന്താ പറയാ ഒരു ആ ചാപ്റ്ററിലേക്ക് ഇറങ്ങിയ രീതിയിലാണ് ഇപ്പൊ സയൻസിന്റെ ഒക്കെ ചാപ്റ്റേഴ്സ് പോകുന്നത്. മാത്സിൽ ഇപ്പൊ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. സോ എന്തായാലും എനിക്ക് മാത്സ് ഈ അടുത്ത് എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും എനിക്ക് പഠിക്കണം. സോ ഇന്ന് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും. ഇന്ന് 29-ാം തീയതിയാണ്. എനിക്ക് മാത്സിന്റെ 2nd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. സോ എനിക്ക് എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച് തീർക്കണം. ഈ ഹിസ്റ്ററി ജോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ ഹിസ്റ്ററി ഇപ്പൊ ലാസ്റ്റ് 2 ടോപ്പിക് കൂടി ഉള്ളൂ. ആ 2 ടോപ്പിക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ തീരും. പിന്നെ ജോഗ്രഫി ഹാഫ് എന്തോ ആയി. അപ്പൊ അത് കഴിഞ്ഞാൽ ജോഗ്രഫി ഇപ്പൊ തന്നെ ഉടനെ തന്നെ തീരും എന്നാണ് എന്റെ ഒരു ഇത്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻസിന് എങ്ങനെയാണ് മാർക്ക് പോവുക, അതുപോലെ തന്നെ പേപ്പർ പ്രിപ്പറേഷൻ. സോ ഫസ്റ്റ് സയൻസിന് എങ്ങനെയാ മാർക്ക് പോകുന്നതിന്റെ മെയിൻ റീസൺ സയൻസിന് മാർക്ക് പോകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് കാണാതെ പഠിച്ചുകൊണ്ട് പോവുക. അതാണ് മെയിൻ റീസൺ എന്ന് ഞാൻ പറയും. കാരണം ഞാൻ 9th ആ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്ക് മിഡ് ടൈമിന് എന്റെ മാർക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്റെ ഫസ്റ്റ് ടൈമിന് എനിക്ക് അത്യാവശ്യം മാർക്ക് സയൻസിന് ഉണ്ടായിരുന്നെങ്കിലും എന്റെ സെക്കൻഡ് ടൈമിന് അല്ലെങ്കിൽ മിഡ് ടൈമിന് എനിക്ക് അത്ര മാർക്ക് ഉണ്ടായിരുന്നില്ല. പറയാനുള്ളത് കോൺസെപ്റ്റ് കാണാതെ പഠിക്കാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിൽ പോലും എന്താണോ അതിൽ പറയുന്നത് ആദ്യം അത് മനസ്സിലാക്കാം, ദെൻ പഠിക്കാം. സോ ലാസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പേപ്പർ പ്രസന്റേഷൻ ആണ്. സോ പേപ്പർ പ്രസന്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ കാര്യമാണ് കുട്ടി എന്നോട് ചോദിച്ചത് എന്നുള്ളത്. ഇനി ഇതല്ല ചോദിച്ചത് എനിക്ക് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. പേപ്പർ പ്രസന്റേഷൻ എന്ന് പറയുന്നത് കാരണം നമ്മൾ എക്സാമിൽ പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്നത് പല രീതിക്കായിരിക്കും. നമ്മൾ എക്സാം എഴുതുന്നത് പല രീതിക്കായിരിക്കും. ഇപ്പൊ ഞാൻ എഴുതുന്ന രീതിയിലല്ലായിരിക്കും എന്റെ ഫ്രണ്ട്സ് ആരും എഴുതുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഓരോരുത്തരും എഴുതുന്നത്. സോ അവര് പഠിച്ച രീതിയിലായിരിക്കും എഴുതുന്നുണ്ടാവുക. സോ പേപ്പർ പ്രസന്റേഷനിലെ മാർക്ക് പോകുന്നതിന്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒരു 20 ലൈൻ എഴുതിയിട്ടുണ്ടാവും. ആ 20 ലൈനില് 5 ലൈനായിരിക്കും ആ ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ. ബാക്കി 15 ലൈനും എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് എഴുതിയ വെറുതെ എഴുതുന്ന ചില
ആ ടോപ്പിക്കിനോട് ഒരു സാദൃശ്യം ഇല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക് ആയിരിക്കും ഇതെന്നുണ്ടാവുക. അങ്ങനെയാണ് ഈ പേപ്പറിൽ മാർക്ക് പോകുന്നത്. പേപ്പർ പ്രിപ്പറേഷൻ ഓരോ ആൾക്കാർ പഠിച്ച ഇതാണ് പറയാനുള്ളത്. മാർക്ക് അനുസരിച്ച് എഴുതാം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നും ഒരു 10 ലൈനൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഒരു 4 ലൈൻ എഴുതിയാൽ നിങ്ങൾക്ക് ആ 2 മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാർക്ക് അനുസരിച്ച് എഴുതാം. ചുമ്മാ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യന് കുറേ സമയം വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ആദ്യം തന്നെ ആൻസർ ചെയ്തിട്ട് പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഗുഡ്. അപ്പൊ പേപ്പർ പ്രസന്റേഷൻ ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ എഴുതുന്നത് അത് ഇംപ്രൂവ് ചെയ്യാണ് എനിക്ക് പറയാനുള്ളത്. ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ ചോദിക്കാം. കുറച്ചധികം നേരം എടുത്താണ് കേട്ടോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണാൻ നോക്കാം. അപ്പോൾ പിന്നെ രാത്രിയായപ്പോൾ എനിക്ക് മാത്സിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതോടെ കണ്ടിട്ട് ഞാൻ നേരെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.